രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം വേറൊന്നുമല്ല, സാറേ, കൃഷ്ണന്റെ വായിൽ യശോദാമ്മ 14 ലോകങ്ങളും കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വരൂപം കണ്ടു എന്ന് പറയുന്നു. സത്യത്തിൽ ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ സാറേ? ഒരു കുഞ്ഞിൻ്റെ വായിൽ 14 ലോകങ്ങൾ ഒരമ്മ കാണുന്നു എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾ കൃഷ്ണനെ ദൈവമാക്കുന്നതിന് വേണ്ടി അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് അതിശയോക്തി കലർത്തി പറഞ്ഞതല്ലേ? എന്തിനാണ് അങ്ങനെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത്? കൃഷ്ണനെ ദൈവമാക്കാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ ഈ ചാനലിൽ കഥകളൊക്കെ പറയുന്നു എന്നുള്ളത് കൊണ്ടാകാം. അപ്പം അദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ ശ്രദ്ധയോട് കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒട്ടും യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ഇത്. പിന്നെ 2, നിങ്ങൾ എപ്പോഴും പറയും വിശ്വരൂപ ദർശനം കണ്ടു, അർജുനൻ കണ്ടു എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അത് ഒരല്പനേരത്തേക്ക് മാത്രമാണ്. എന്തുകൊണ്ട് ആ വിശ്വരൂപ ദർശനം ഇങ്ങനെ സ്ഥിരമായി കാണാൻ പറ്റുന്നില്ല? അതിനെന്താണ് സാറിന് പറയാനുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളണം. ദൈവത്തിൻ്റെ വിശ്വരൂപം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും കാണാം. അതിന് കുഞ്ഞിൻ്റെ വാ വേണമെന്നില്ല. ഒരു പൂവിൽ, ആ പൂവിലിരിക്കുന്ന മഞ്ഞു തുള്ളിയിൽ നിങ്ങൾക്ക് വിശ്വരൂപ ദർശനം കാണാം. ഒരു സമുദ്രത്തിൻ്റെ ഒരു തുള്ളി എടുത്താൽ നിങ്ങൾക്ക് വിശ്വരൂപ ദർശനം കാണാം. ഒരു സമുദ്രത്തിൻ്റെ തുള്ളിയിൽ നിങ്ങൾക്ക് സമുദ്രം തന്നെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചു കേട്ടോളണം. ഇവിടെ ഈ മനുഷ്യൻ പറഞ്ഞു, കൃഷ്ണന്റെ വായിൽ യശോദാമ്മ, കുഞ്ഞായ കൃഷ്ണന്റെ വായിൽ യശോദാമ്മ എന്ത് കണ്ടു? 14 ലോകവും കണ്ടു. അത് അബ്സേർഡ് ആണെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കൃഷ്ണൻ വരെ പോകേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ കുഞ്ഞിൻ്റെ വായിൽ 14 ലോകം നിങ്ങളുടെ ഭാര്യയ്ക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ട് എന്നെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞ, അതേ, ഈ പ്രപഞ്ചത്തിൽ ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളുടെ വായിലും, അതിന് കൃഷ്ണൻ വേണമെന്നില്ല, ഈ പ്രപഞ്ചത്തിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ വായിലും നിങ്ങൾക്ക് 14 ലോകങ്ങളുണ്ട്. കാരണം കുഞ്ഞത്രമേൽ നിഷ്കളങ്കരാണ്. നിങ്ങളുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നതനുസരിച്ച് ഇത് മാഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരമ്മയാണോ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയായിട്ടുള്ളത്, ആ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ വായിൽ വിശ്വരൂപ ദർശനം കാണാൻ കഴിയും. അപ്പോൾ അയാൾ ചോദിച്ചു, അതെന്താ സാർ നിഷ്കളങ്കം എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അതിൻ്റെ മനസ്സിൽ തർക്കങ്ങളില്ല, അസൂയയില്ല, വിരോധമില്ല, ദേഷ്യമില്ല, ആരോടും പകയില്ല. അതിനിങ്ങനെ സ്നേഹം മാത്രമാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത്. എന്നോട് ചോദ്യം ചോദിച്ച നിങ്ങളെപ്പോലെ തർക്കബുദ്ധി ആ കുഞ്ഞിനില്ല. ഏതൊരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണോ അസൂയ, പിന്നെ അതേ കണക്ക് തന്നെ കോപം, മറ്റുള്ളവരുടെ ഉയർച്ചയിലുണ്ടാകുന്ന വിഷമം, സങ്കടം, ഇതെല്ലാം മാറി വളരെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നു. പുല്ലിനെയും പുഴുവിനെയും പാമ്പിനെയും സകലരെയും, ഈ പ്രപഞ്ചത്തിലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നു. അപ്പോഴാണ് നമ്മൾ നിഷ്കളങ്കരാകുന്നത്. അങ്ങനെ നിഷ്കളങ്കരായ ഏതൊരു സ്ത്രീക്കും അതിൻ്റെ കുഞ്ഞിൻ്റെ വായിൽ ഇത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയാണെന്ന് ഞാനെന്ന് പറയാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. യശോദാമ്മ മാത്രമല്ലല്ലോ ഈ വിശ്വരൂപ ദർശനം കണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ കൃഷ്ണനെ മാത്രം ഇങ്ങനെ പിടിക്കുന്നത്? യശോദാമ്മ മാത്രമല്ല കണ്ടത്, അർജുനൻ വിശ്വരൂപ ദർശനം കണ്ടു. കാരണം അർജുനൻ ആ സമയത്തൊരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി. കുഞ്ഞിന് ആരെയും കൊല്ലണമെന്ന് ആഗ്രഹമില്ല, അർജുനനും ആരെയും കൊല്ലണ്ട,
ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ചിണുങ്ങുകയാണ് കൃഷ്ണന്റെ മുമ്പിൽ. അപ്പോഴാണ് വിശ്വരൂപ ദർശനം കണ്ടത്. ഇനി കൃഷ്ണനെയൊക്കെ മാറ്റി നിർത്ത്. എന്നോട് ചോദ്യം ചോദിച്ച ആളിനോട് ഞാൻ ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ എന്തിനാണ് ഈ കൃഷ്ണനെ മാത്രം പിടിക്കുന്നത്? യശോദാമ്മയുടെ വായിൽ വിശ്വരൂപ ദർശനം കൃഷ്ണൻ കണ്ടു എന്ന് പറയുന്നു. ഈ വിശ്വരൂപ ദർശനം ബുദ്ധൻ മൊഗാലന് കാണിച്ചു കൊടുത്തില്ലേ? ഈ വിശ്വരൂപ ദർശനം ബുദ്ധൻ സരിപുത്തന് കാണിച്ചു കൊടുത്തില്ലേ? അപ്പൊ ബുദ്ധനും മൊഗാലനും തമ്മിലുള്ള ബന്ധമതല്ലേ? ബുദ്ധനും സരിപുത്തനും തമ്മിലുള്ള ബന്ധമതല്ലേ? വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരും തമ്മിലുള്ള ബന്ധമതല്ലേ? അല്ലേ? ശ്രീരാമകൃഷ്ണൻ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വാമി വിവേകാനന്ദൻ ആ ദർശനം കാണുകയാണ്. ഇത് തന്നെയല്ലേ യേശുവിനും ലൂക്കോസിനും ഇടയിലുള്ളത്? അപ്പൊ നിങ്ങൾ അവരെ എല്ലാവരെയും വിട്ടിട്ട് കൃഷ്ണൻ യശോദാമ്മയെ മാത്രം കണ്ട്, കൃഷ്ണൻ യശോദാമ്മ മാത്രമല്ല വിശ്വരൂപം കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. വിവേകാനന്ദനും പരമഹംസരുമുണ്ട്, ബുദ്ധനും മൊഗാലനുമുണ്ട്, ബുദ്ധനും സരിബുദ്ധനുമുണ്ട്, യേശുവിനും ലൂക്കാസിനും ഇടയിലുണ്ട്. ഇത് ഒരിക്കലും ഒരു അത്ഭുതമല്ല, ഇതൊരു ശാസ്ത്രീയമായ പ്രതിഭാസമാണ് ഈ വിശ്വരൂപ ദർശനം. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കുഞ്ഞിൻ്റെ വായിൽ, കൃഷ്ണൻ്റെ വായിൽ ഈ വിശ്വരൂപം 14 ലോകം യശോദാമ്മ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയത്. ഇതൊരു ശാസ്ത്രീയമാണ്. ഒന്ന്, മനസ്സിൽ നിഷ്കളങ്കത വേണം. രണ്ട്, ഇതിനൊരു മീഡിയ, ഒരു കാറ്റലിസ്റ്റ് വേണം, ഒരു രാസത്വരകം വേണം. ഞാൻ പറഞ്ഞു, ഉദാഹരണമായിട്ട് ഹൈഡ്രജനും ഓക്സിജനും വൈദ്യുതിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ ജലമാകൂ. അല്ലാതെ ഹൈഡ്രജനും ഓക്സിജനും വെറുതെ ഇരുന്നു കൊണ്ടൊരു കാരണവശാലും ജലമാകില്ല. ജലം കിട്ടാൻ ഒരു കാറ്റലിസ്റ്റ്, ഒരു മീഡിയ അതിന് അത്യാവശ്യമാണ്. ഇടിമിന്നലിൽ നിന്നുള്ള വൈദ്യുതി ഇല്ല എങ്കിൽ മേഘങ്ങൾക്കൊരിക്കലും ഹൈഡ്രജനെയും ഓക്സിജനെയും ചേർത്ത് ജലവും മഴയും പൊഴിക്കാൻ സാധിക്കില്ല. അതുപോലെ യശോദാമ്മയ്ക്ക് വിശ്വരൂപ ദർശനം കാണാൻ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ചേരാൻ വൈദ്യുതി വേണ്ടതുപോലെ യശോദാമ്മയ്ക്ക് ഒരു കാറ്റലിസ്റ്റ്, ഒരു ഉപകരണം വേണം. അത് കൃഷ്ണനെ കണ്ടപ്പോൾ കൃഷ്ണൻ, കാരണം യശോദാമ്മ അത്രമേൽ നിഷ്കളങ്കയാണ്. യശോദാമ്മ കൃഷ്ണന്റെ വായിലല്ല, ആ ഗോകുലത്തിൽ ആ സമയത്ത് പ്രസവിച്ചു വീണ ഏതൊരു കുഞ്ഞിന്റെ വായിൽ യശോദാമ്മ നോക്കിയിരുന്നെങ്കിലും ഈ വിശ്വരൂപ ദർശനം കണ്ടേനെ. ആ വിശ്വരൂപ ദർശനത്തിന് പരസ്പരം ഒരു സ്നേഹം വേണം. യശോദാമ്മയ്ക്ക് അത്രയ്ക്ക് സ്നേഹം കൃഷ്ണനോടുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, വിശ്വരൂപ ദർശനം എന്തേ അങ്ങ് വേഗം അവസാനിച്ചത്? ഹിന്ദു പുരാണങ്ങളിലൊക്കെ വിശ്വരൂപ ദർശനം അങ്ങ് പെട്ടെന്ന് അവസാനിക്കുകയാണല്ലോ, അങ്ങ് മിന്നി പൊലിയുകയാണല്ലോ. അതെന്താണ് കാരണം? ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് വലിയ ഉയരങ്ങളിൽ അധിക നേരം നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് മുകളിലേക്ക് ചാടിയേ, നിങ്ങളൊന്ന് മുകളിലേക്ക് നിൽക്കുന്ന, താഴെ നിന്നുകൊണ്ട് മുകളിലേക്ക് ചാടിയാൽ നിങ്ങൾക്ക് അധിക നേരം മുകളിൽ നിൽക്കാൻ പറ്റില്ല. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമുണ്ട്, അത് ഉടനെ നിങ്ങളെ താഴേക്ക് വലിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഹിലാരിയും ടെൻസിങ്ങും എവറസ്റ്റിൻ്റെ കൊടുമുടിയിൽ ഏറ്റവും മുകളിൽ കയറി അവിടെ കൊടിയും നാട്ടി. ആ കൊടി നാട്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അതിൻ്റെ മുകളിൽ പോവുകയല്ല, താഴോട്ട് ഇറങ്ങി വന്ന് സമതലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം എവറസ്റ്റിൻ്റെ മുകളിൽ ഹിലാരിയും ടെൻസിങ്ങും കയറി എന്നത് സത്യം, കൊടി നാട്ടി എന്നതും സത്യം. പക്ഷേ അധിക നാൾ അവിടെ താമസിക്കാൻ പറ്റില്ല, അത് അതികഠിനമാണ്. ഉയരങ്ങളിൽ അധിക നാൾ നിൽക്കാൻ പറ്റില്ല. അത് തന്നെയാണ് വിശ്വരൂപ ദർശനത്തിനും. അതൊരു ഉയരങ്ങളിലെത്തുന്ന ഒരു സംഭവമാണ്, അത് അധിക നേരം നിൽക്കാൻ പറ്റില്ല. ഇതാണ് വിശ്വരൂപ ദർശനം അധിക നേരം നിൽക്കാത്തതും. അതേ കണക്ക് യശോദാമ്മ കൃഷ്ണന്റെ വായിൽ വിശ്വരൂപം കണ്ടു എന്ന് പറഞ്ഞതും അത് യശോദാമ്മയ്ക്ക് മാത്രമല്ല, എന്നോട് ചോദ്യം ചോദിച്ച സുഹൃത്തെ, മറ്റു സുഹൃത്തുക്കളെ, എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു പിതാവിന് തൻ്റെ കുഞ്ഞിൻ്റെ വായിൽ അത് കാണാം, ഒരു മാതാവിനും കാണാം. പക്ഷെ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. ആണോ? അല്ലെങ്കിൽ കൃഷ്ണനെ വിട്, കൃഷ്ണനെ വെറുതെ വിട്, യശോദാമ്മയെ വെറുതെ വിട്. മനസ്സിലായല്ലോ? രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ.
രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.